ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് പല സമയത്തും നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ആ വ്യക്തിയുടെ മുഖം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇത് ആസ്പദമാക്കി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണമെന്ന് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു സംഭവം, ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു പെയിൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്ന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണം. ആൻഡ് ഈ ഫസ്റ്റ് വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്തൊന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വീഴുന്ന സമയത്ത് നമ്മൾ പോയി ഈ ഫോൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്. ലവ് നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാധനമല്ല, ഈ ഫോൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾ സംഭവിക്കുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു സന്തോഷം നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രക്രിയ, ഇതെല്ലാം നമുക്ക് വരാറുണ്ട്. അതിൻ്റെ റീസൺ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു യോഗിക് പോയിന്റ് ഓഫ് വ്യൂ, ഒരു ആത്മീയ തലത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആത്മീയതയും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇത് പല കാര്യങ്ങളും സയൻസ് തന്നെയാണ്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലോ ഓഫ് ലവ്, ഫ്ലോ ഓഫ് പീസ്, ആ സെൻസേഷൻ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നിറയും. അത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് സംഭവമാണ്. വളരെ ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കെമിക്കൽസ് ലൈക്ക് സെറോട്ടോണിൻ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് മോർ ഓവർ നമ്മുടെ ബോഡിയിലെ എനർജി ഫ്ലോ വളരെ നീറ്റായിട്ട് നടക്കും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഭയങ്കര ഒരു അനുഭൂതി ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ പറയുന്നത് നമുക്ക് ബ്ലോക്കേജസ് ഒന്നും ഇല്ലാതെ, നമ്മുടെ ബോഡിയിൽ ബ്ലോക്കേജസ് ഒന്നും ഇല്ലാതെ ആ ഒരു എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ആ സമയത്താണ് നമുക്ക് വളരെയധികം ആനന്ദം, അതായത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു പീസും സെൻസേഷനും ഹാപ്പിനെസ്സും എല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ അങ്ങനെ ഒരു അനുഭൂതി നിങ്ങൾ അനുഭവിക്കുന്ന സമയം, അതിപ്പോ എപ്പോഴും റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, പല സമയങ്ങളിലും നമുക്കിത് വരാതിരിക്കും. നമുക്ക് നല്ല ഒരു സൺസെറ്റ് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ, ഒരു വളരെ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി കാണുമ്പോൾ എല്ലാം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് സംതിങ് ടു ബി ഡൺ വിത്ത് അവർ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണത്. ഞാൻ ഹാർട്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് സർജറി ചെയ്തുള്ള ഓപ്പൺനെസ് അല്ല പറയുന്നത്. ഹാർട്ടിലെ എനർജി ഫീൽഡ് ഓപ്പണായി റിസപ്റ്റീവായി ഇങ്ങനെ നിൽക്കുന്ന സമയമായിരിക്കും. ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെടുമ്പോഴും ഫോൾ ഇൻ ലവ് ആകുമ്പോഴും സംഭവിക്കുന്നത് ഓൾമോസ്റ്റ് ദ സെയിം പ്രോസസ് ആണ്. യുവർ ഹാർട്ട് ഓപ്പൺസ് ആൻഡ് എനർജി ഫ്ലോസ്. ഇനി അതേപോലെ തന്നെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ പെയിൻഫുൾ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒന്ന് അടയാൻ, നമുക്ക് ആ ഹാർട്ട് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷമാണ് നമുക്കൊരു പെയിനും ഒരു സങ്കടവും ഇതെല്ലാം വരുന്നത് ഹാർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക്. See, I am talking spirituality which is innately linked with the science. Okay, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആവുക, നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു എനർജി നിറയാനുള്ള സംഭവമായിരിക്കും. ആൻഡ് ദിസ് ഈസ് വെരി പ്ലീസിങ്. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ടിൽ, പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില സമയത്ത് മറ്റുള്ളൊരു പാർട്ട്ണർ നമ്മളുടെ അവിടെ ബ്രെയിനിലേക്ക് നമ്മൾ പോകും.
നമ്മളുടെ ചിന്തകള്, അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണ്, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല. അത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മീൻ കഴിക്കുന്ന ഇഷ്ടമല്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മീൻ കഴിക്കുന്ന ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ വേറൊരു ആഫ്രിക്കൻ രാജ്യങ്ങളെ അവിടെ പാമ്പിനെ കഴിക്കുന്ന അവർക്ക് ഇഷ്ടം, അത് നമുക്ക് ഇഷ്ടമായിരിക്കില്ല. അതുപോലെ മീൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പം ഇതെല്ലാം നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഈ ഹാർട്ട് ഓപ്പൺ ചെയ്ത് ഇത്രയും പീസ് സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചു തന്ന ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പാർട്ണറിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഹാർട്ട് ചില സമയത്ത് ക്ലോസ് ആവും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴേ ഹാർട്ട് പോയി ക്ലോസ് ആവും. വീണ്ടും കുറച്ച് കഴിഞ്ഞ് അവരിതൊക്കെ നമ്മൾ വീണ്ടും സംസാരിച്ച് വരുമ്പോഴേ വീണ്ടും ഹാർട്ട് ഓപ്പൺ ആവും, വീണ്ടും നമുക്ക് സന്തോഷം അനുഭവപ്പെടും. അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഈ ഒരു കുഞ്ഞു 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 സ്ട്രിപ്സ് ഓഫ് പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിക്കും നമുക്ക് വേണ്ടുന്ന എല്ലാം ആ വ്യക്തി നമുക്ക് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം ആ വ്യക്തിയാണ് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഹാർട്ട് തുറക്കാൻ വേണ്ടി സഹായിച്ചത്. അപ്പോ നമ്മൾ ആ വ്യക്തി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അത് മറ്റേ ആൾക്കും വരും. മറ്റേ ആളും കൃത്യമായ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ അയാളും വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി ആണ് ഒരു പോയിന്റിൽ ഈ സാധനം ബ്രേക്കപ്പിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബ്രേക്കപ്പ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ചിന്തിക്കുന്നതെന്ന് അറിയാമോ, ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു പീസ് ഇനി നമുക്കില്ല. ആ ഓപ്പണിംഗ് ഓഫ് ഹാർട്ട് നമുക്ക് ഇനി കിട്ടത്തില്ല. ഓപ്പണിംഗ് ഓഫ് ഹാർട്ട് എന്ന് മനസ്സിലാകാൻ അറിയാവുന്നത് ആ സമയത്ത് ഫീൽ ചെയ്ത അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻസേഷൻസ് ആണ്. അത് നമുക്ക് കിട്ടില്ല. ആൻഡ് വി ആർ ഓൾസോ അറ്റാച്ച്ഡ് ടു ദാറ്റ്. ആ സമയം കൊണ്ട് നമ്മൾ അറ്റാച്ച്ഡ് ആവും. ആ അറ്റാച്ച്മെന്റ് നമുക്ക് പെയിൻ ഉണ്ടാക്കും. നമ്മുടെ ഹാർട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്യുകയും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി നമുക്ക് ഭയങ്കരമായ പെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ വെച്ച് ഞാൻ വേറൊരു കാര്യത്തിലൂടെ ഞാൻ പോവാണ്. രണ്ട് വ്യക്തികൾക്ക് ഇത് ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർ അവരുടെ പ്ലഷേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അവർ ഫോൾ ഇൻ ലവ് ചെയ്യുന്ന ആൾക്കാരല്ല. അവര് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് ഒരു ചില കാര്യങ്ങൾ, ചിലപ്പോൾ ബയോളജിക്കൽ നീഡ്സ് ആവാം, ചിലപ്പോൾ ഫിസിക്കൽ നീഡ്സ് ആവാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ നീഡ്സ് ആയിരിക്കാം. ഈ നീഡ്സിന് വേണ്ടി റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് നമ്മൾ ഒരു വലിയൊരു പ്രോബ്ലം അവർക്ക് ഉണ്ടാവത്തില്ല. കാരണം അവർക്ക് ഹാർട്ട് ഓപ്പൺ ഒന്നും അവരെ ചെയ്തിട്ടില്ല. അവിടെ ആകെ സംഭവിച്ചാൽ അവർക്ക് വേണ്ടുന്ന കുറച്ച് പ്ലഷർ നമുക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്ലഷർ അവർക്ക് ലോസ് ആവും, ചെറിയൊരു ഡിപ്രഷൻ അവർക്ക് ഉണ്ടാവും. അതിനുശേഷം അവർ മൂവ് ഓൺ ആവും. എന്നാൽ ഇങ്ങനെ ഫോൾ ഇൻ ലവ് ആയിട്ടുള്ള ഇത്രയും ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇത്രയും ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായ പ്രോബ്ലം ഉണ്ടാവും. എൻ്റെ ആ വീഡിയോയിൽ കമന്റ് ചെയ്ത മിക്ക ആൾക്കാരും ഈ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ ഒരു ഹാർട്ട് ബ്രേക്ക് അവിടെ ഉണ്ടാവുകയാണ്. ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വളരെയധികം വേദനയുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണ്. ആൻഡ് ഈ വേദന വരുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ ഇതിനെ അടിച്ചമർത്തും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തന്നെ, നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പ്രിങ് പോലെയാണ്, നമ്മളത് സപ്രസ് ചെയ്യുമ്പോൾ ഹാർട്ട് ക്ലോസ് ആവുകയാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ ഹാർട്ട് ക്ലോസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പം ഈ ഒരു എക്സ്പ്രസിങ്ങും സപ്രസിങ്ങും ഈ പെയിനെ ഉള്ളിലേക്ക് ആ പെയിന്റെ എനർജിയെ ഉള്ളിലേക്ക് കൊണ്ടുവരും. തൽക്കാലത്തേക്ക് നമ്മൾ വിചാരിക്കും ആ ഒരു പെയിൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടു പോയെന്ന് വിചാരിക്കും. പക്ഷെ പോയിട്ടില്ല. അത് വീണ്ടും അതുപോലെ തിരിച്ചു പൊങ്ങി വരും. അത് ഓരോ പ്രാവശ്യം സപ്രസ് ചെയ്യുമ്പോഴും ആ പൊങ്ങി വരുന്നതിന്റെ എഫക്റ്റും കൂടി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹാർട്ട് ബ്രേക്ക് നമുക്ക് വളരെ ചിലപ്പോൾ ചില സമയങ്ങളിലെ ജീവിത അവസാനം വരെ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇതിനൊന്നും മുക്തി നേടാനേ പറ്റത്തില്ല. ഇതെന്താണൊരു വഴി? വഴി ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സ്പിരിച്വാലിറ്റി. പ്യുവർ സ്പിരിച്വാലിറ്റി. ഞാനിത് 3 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പ്രത്യേകം ആദ്യമേ പറയാം. ഇത് ചിലപ്പോൾ നമുക്കിത് 2, 3, 4 വർഷത്തെ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. ആ റിലേഷൻഷിപ്പിന് അത്രയും ആഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് ഫോളോ ചെയ്താലും അത് സമയമെടുക്കും. ഇറ്റ് ഈസ് നോട്ട് വെരി സിമ്പിൾ. ഒരു സിമ്പിൾ പ്രോസസ് അല്ല. നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുക. ആ ഒരു പെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് മുക്തി നേടാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും അയാളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് പൂർവാധികം ശക്തിയിൽ തിരിച്ചിറങ്ങി വന്ന് വീണ്ടും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും.
സോ ഞാൻ 3 സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോണ്ട് ഐഡന്റിഫൈ വിത്ത് പെയിൻ. ഞാൻ സാഡാണ്, ഞാൻ വിഷമമാണ്, ഐ ആം സാഡ്, ഐ ആം ഡിപ്രസ്ഡ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ആ വിഷമം നമ്മളിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. നമ്മളിലാണെന്നല്ല, ആ വിഷമം നമ്മളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ അതുമായിട്ട് ഒന്നായിട്ട് മാറും. ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു പെയിൻ നമുക്ക് വരുമ്പോൾ നമ്മൾ ആ പെയിനായിട്ട് അങ്ങ് മാറും. നമ്മുടെ മൈൻഡ് അങ്ങ് അതിലേക്ക് അങ്ങ് പോകും. നമ്മൾ ആ പെയിനിലേക്ക് നമ്മൾ അലിഞ്ഞ് ചേർന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരവസ്ഥ തെറ്റാണ്. അതിന്റെ റീസൺ, നമുക്ക് തീർച്ചയായിട്ടും പെയിനിനെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആപ്പിൾ നമ്മൾ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മിററിൽ നമ്മുടെ പ്രതിബിംബം കാണുന്ന പോലെ ഈ പറയുന്ന പെയിനിനെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. സോ ആ പെയിൻ ഒരിക്കലും നമ്മളല്ല, ആ പെയിൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് എന്ന ഒരു തോട്ടാണ് ഫസ്റ്റ് നമുക്ക് വരേണ്ടത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഡി ഐഡന്റിഫൈ വിത്ത് ഇറ്റ്. ഇങ്ങനെ പറയാം, പെയിൻ ഈസ് ഇൻ മീ ഇൻ ദിസ് പോയിന്റ് ഓഫ് ടൈം, സാഡ്നെസ് ഈസ് ഇൻ മീ ഇൻ ദിസ് പോയിന്റ് ഓഫ് ടൈം, സാഡ്നെസ് ഈസ് ദയർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അങ്ങനെ ചിന്തിക്കുക. ഫസ്റ്റ് പോയിന്റ് അതാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. നൗ ദ സെക്കൻഡ് പോയിന്റ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പോയിന്റ്. നമ്മൾ റിലീസ് ചെയ്യണം ആ പെയിനെ. നമ്മൾ എന്ത് ചെയ്യണം? സപ്പർഷൻ. ആ പെയിൻ വരും തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ പെയിൻ വീണ്ടും വീണ്ടും വരും. ആ പെയിൻ വരുമ്പോൾ നമ്മൾ ആ പെയിനെ സപ്രസ് ചെയ്യാതെ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് മുഴുകി നമ്മൾ വളരെ ഫോഴ്സ് ചെയ്ത് തന്നെ സപ്രസ് ചെയ്യുകയും, അല്ലെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ കിടന്നിരിക്കുകയും തലയണിട്ടിരിക്കുകയും, അത് ചിലപ്പോൾ നമുക്ക് സൂയിസൈഡ് വരെ നമുക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം നിർത്തിയിട്ട് അതിന് പകരം റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഹാർട്ട് ഓപ്പൺ ചെയ്യുക. ഈ ഹാർട്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്നേറ്റ് ആയിട്ട് എബിലിറ്റി ഉണ്ട്. അതിന് എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകളാണ് ഈ സാധനത്തിന് എപ്പോഴും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ മൊമെന്റ് തന്നെ നിങ്ങൾ എന്നെ പറ്റി എൻ്റെ കൂടെ നമ്മൾക്കൊന്ന് ഇമേജ് ചെയ്യാം. ഒന്ന് ബ്രീത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ഓപ്പൺ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവില്ല, ഞാനത് പറയുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ യൂറിനേഷൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു പബ്ലിക്കിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും യൂറിനേഷൻ ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് നമുക്ക് ഒരു ബാത്റൂമിനകത്ത് വളരെ കംഫർട്ടായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സോണിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അതും ഈസ് റിലേറ്റഡ് ആണ്. അത് നമുക്ക് ആ ഒരു നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അതൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് നമ്മളെ പറ്റി ഒരു സെൽഫായിട്ട് കോൺഷ്യസ്നസ് വരികയും ചുറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് പറ്റാത്തത്. ആ ഒരു യൂറിനേഷൻ എക്സാമ്പിൾ അതുപോലെയാണ് ഈ ഹാർട്ടിന്റെ സംഭവം. പക്ഷെ ജസ്റ്റ് നമുക്ക് പറ്റുന്ന അത്രയും ഓപ്പൺ ചെയ്യാം. ആ ഒരു ഓപ്പൺ സ്റ്റേറ്റ് കൊണ്ടുവരിക. ആൻഡ് ട്രൈ ടു ബി ഇൻ ദാറ്റ് സ്റ്റേറ്റ്. വി ക്യാൻ സീ ദ പെയിൻ, വി ആർ ഒബ്സർവിംഗ് ദ പെയിൻ. നമ്മൾ ആ വേദനയെ ഒബ്സർവ് ചെയ്യണം. Just like that. And try to അത് കുറച്ച് സമയത്തേക്ക് 2 to 3 minutes ആ ഒരു അവയർനെസ്, ആ ഒരു കോൺഷ്യസ്നെസ് ആ പെയിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. യു ക്യാൻ സീ പതുക്കെ ആ പെയിൻ അങ്ങ് പോകും. തീർച്ചയായിട്ടും അത് വീണ്ടും വരും. അവിടെയാണ് സ്റ്റെപ്പ് 3, റിപ്പീറ്റ് ദിസ്. ഇത് ഓരോ പ്രാവശ്യം ആ പെയിൻ വരുമ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് അതിനൊരിക്കലും അതെനിക്ക് പറ്റുന്നില്ലല്ലോ, ഇത് പാടാണല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, പേഷ്യൻസ് വേണം. ഇത് വളരെ സിമ്പിൾ അല്ല. ഇറ്റ് ടേക്ക് ടൈം. മനസ്സിലായില്ലേ? സോ അഗൈൻ യു ഡു ലൈക്ക് ദിസ്. വീണ്ടും ആ ഒരു പെയിൻ, അതുമായിട്ട് ബന്ധപ്പെടുന്ന പെയിൻ വന്നു. ഫസ്റ്റ് ഇറ്റ് ഈസ് ഐഡന്റിഫൈ ചെയ്യാം. യു ആർ നോട്ട് ദ പെയിൻ, യു ആർ നോട്ട് സാഡ്. സാഡ്നെസ് ഈസ് ദെയർ അറ്റ് ദിസ് മൊമെന്റ്. ആൻഡ് വാട്ട്സ് ദ സാഡ്നെസ് വിത്ത് യുവർ കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് നമ്മൾ കാണുന്ന കാര്യം, കേൾക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വരയ്ക്കുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് അവെയറാണ്. നമ്മൾ അതിനെല്ലാം അവെയറാണ്. ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തങ്ങ് കാണുന്ന ഒരു സിനിമയ്ക്കകത്ത് നമ്മളങ്ങ് ലയിച്ചു പോണ പോലെ നമ്മൾ ഈ ഒരു വേദനയിൽ ലയിച്ചങ്ങ് പോകും. ആ ഒരു ലയം മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒബ്ജക്റ്റീവായിട്ട് നോക്കി കാണാം, അവെയർ ആയിട്ടിരിക്കുക. ആൻഡ് റിലീസ്.
അപ്പൊ ചില ആൾക്ക് ഹാർട്ടിലായിരിക്കും ആ പെയിൻ പതുക്കെ റിലീസായി വരുന്നത്, ചിലപ്പം തൊണ്ടയിലായിരിക്കും ചില ആൾക്ക്. എനിക്കൊക്കെ പ്രോബ്ലം ഉണ്ടായി വന്ന് ഞാൻ ആ സ്പിരിച്വാലിറ്റി കയറുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തൊണ്ടയിലായിരുന്നു ഈ ഒരു സെൻസേഷൻ. ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, ഞാൻ ഇപ്പോഴും 100% റെഡിയായി എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര ചേഞ്ചസ് നമുക്ക് ഉണ്ടാവും, അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഇത് ഒരു 2 weeks 3 weeks നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഇതിന്റെ താഴെ വന്നിട്ട് എന്തുമാത്രം എഫക്റ്റ് നിങ്ങൾക്ക് ഇതിന് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ ഇതിന് ഒരു കമന്റ് ചെയ്യുക. അത് ബാക്കി വരുന്ന ആളുകൾക്ക് ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോ ജസ്റ്റ് ട്രൈ ഡൂയിങ് ദിസ്. ആൻഡ് വേറെ ഒരാളും നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ മാത്രം മതി. ആ ഒരു ഹാർട്ട് നമുക്ക് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഈസ് ജസ്റ്റ് ലൈക്ക്, നമുക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ ആവണ്ട. വി ഓൾവേസ് ഗെറ്റ് ദാറ്റ് പീസ്, വി ഓൾവേസ് ഹാവ് ദാറ്റ് ഹാപ്പിനെസ് ഇൻ അവർ സെൽഫ്. സി സോ ഞാൻ അധികം പറയുന്നില്ല, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിർത്തുകയാണ്. ജസ്റ്റ് ഈ 3 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക. അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്താണ് റീസൺ എന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്താണ് റീസൺ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് റീസൺ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ തന്നെയും ഈ ഒരു സംഭവം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ പെയിനെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ പ്രാവശ്യവും ലെറ്റ് ഗോ, സറണ്ടർ, റിലീസ് ആൻഡ് റിലാക്സ്. താങ്ക് യു.